ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട 50 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 50 ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുമ്പോൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും അറിയാൻ പറ്റും. അതുമാത്രമല്ല, നിങ്ങളുടെ പഠന നിലവാരം എങ്ങനെയാണെന്നും തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് എക്സാമിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ഇന്ത്യയെ ഒരു മതേതര രാജ്യമായി പ്രഖ്യാപിക്കുന്നത്? ഏതാണ് ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ഇന്ത്യയെ ഒരു മതേതര രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്? ഏതാണ്? ആമുഖത്തിലാണ് പറയുന്നത് എന്ത്? നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണെന്ന്. ഓക്കെ, അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ 9 PSC ബേസിക്സ് എന്നാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താണ് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഓരോ ടോപ്പിക്സും ഇങ്ങനെ ഓരോ ദിവസവും എക്സാംസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. നോട്ടിഫിക്കേഷൻ കിട്ടാത്ത വീഡിയോസ് നിങ്ങൾക്ക് അവിടെ നിന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ അംഗങ്ങൾ എത്ര? ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 5 ആണ്. 5 അംഗങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ ഓക്കെ, അടുത്തത്: താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫിഷ്യോ അംഗമല്ലാത്തത് ആര്? എക്സ് ഒഫിഷ്യോ അംഗമല്ലാത്തത് ആരെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് എക്സ് ഒഫിഷ്യോ അംഗമല്ലാത്തത്. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം? ഇന്ത്യയിലെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം എന്നാണ്? ഓപ്ഷൻ ഡി ആണ്, 2000-ലാണ്. ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം താഴെ പറയുന്നവയിൽ ഏതാണ്? ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എല്ലാവർക്കും നിക്ഷിപ്തമാണ് എന്നുള്ളതാണ് ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അവകാശം. ലോക്പാലിനെ സംബന്ധിച്ച ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ലോക്പാലിനെ സംബന്ധിച്ച് അപ്പം പ്രസ്താവനകൾ നമുക്ക് വായിച്ചു നോക്കാം. ഫസ്റ്റ്, ദേശീയ തലത്തിലുള്ള അഴിമതി വിരുദ്ധ സമിതിയാണ് ലോക്പാല്. 2014 ജനുവരി 16-നാണ് ഈ നിയമം നിലവിൽ വന്നത്. എല്ലാ പാർലമെന്റ് അംഗങ്ങളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. ഈ സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയാണ്. തന്നിരിക്കുന്നതിൽ ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? ഈ സമിതിയുടെ അധ്യക്ഷൻ ആരല്ല? കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയല്ല. അപ്പൊ അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പഞ്ചാബി ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പഞ്ചാബ് സംസ്ഥാനം രൂപവൽക്കരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ഏത് കമ്മിറ്റിയാണ് പഞ്ചാബി ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പഞ്ചാബ് സംസ്ഥാനം രൂപവൽക്കരിക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഷാ കമ്മീഷനാണ്. ഷാ കമ്മീഷനാണ് പഞ്ചാബ് സംസ്ഥാനം രൂപവൽക്കരിക്കാൻ ശുപാർശ ചെയ്തത്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്? ഏത് അനുച്ഛേദ പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 75 പ്രകാരമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്? 75 പ്രകാരമാണ്. 1963 ഡിസംബർ 1-ന് നിലവിൽ വന്ന സംസ്ഥാനം ഏത്? 1963 ഡിസംബർ 1-ന് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, നാഗാലാൻഡ് ആണ് നിലവിൽ വന്നത്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസാക്കിയത് എന്ന്? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസാക്കിയത് എന്ന്? ആൻസർ ഓപ്ഷൻ എ, 2010-ലാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസാക്കിയത്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി, ഭോപ്പാലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭോപ്പാലില്. ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏത്? ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏത്? ആൻസർ ഓപ്ഷൻ എ, യൂണിയൻ ലിസ്റ്റ് ആണ് ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ്. ലോക്സഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കിയ വർഷം ഏത്? ലോക്സഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കിയ വർഷം ഏത്? ആൻസർ ഓപ്ഷൻ എ, 2011-ലാണ് ഈ ഒരു ആക്ട് പാസാക്കിയത്.
പാസാക്കിയത്? ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്രയാണ്? വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്ര? ആൻസർ ഓപ്ഷൻ ഡി 3 വർഷമാണ്. 3 വർഷമാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവെക്കപ്പെട്ട തീയതി ഏത്? നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവെക്കപ്പെട്ട തീയതി ഏത്? ആൻസർ ഓപ്ഷൻ എ 2013 സെപ്റ്റംബർ 12-നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവെക്കപ്പെട്ടത്. ഇന്ത്യൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ ബി ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കർ. ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതി എന്ന്? ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതി എന്നാണ്? 1947 നവംബർ 4-നാണ്. 1947 നവംബർ 4-ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരിസ്ഥിതി സംരക്ഷണ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഇതൊരു എന്താണ്? ഡയറക്റ്റീവ് സ്റ്റേറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് പോളിസിയാണ്. ഏത്? പരിസ്ഥിതി സംരക്ഷണം ഇത് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏത്? ആൻസർ ഓപ്ഷൻ എ 48A ആണ്. 48A. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം എത്ര? 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ബി 26 ആണ്. ഇന്ത്യൻ പാർലമെന്റ് പോസ്കോ നിയമം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് പാസാക്കിയ വർഷം ഏത്? ഇന്ത്യൻ പാർലമെന്റ് പോസ്കോ നിയമം അഥവാ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് പാസാക്കിയ വർഷം ഏത്? ആൻസർ ഓപ്ഷൻ എ 2012-ലാണ്. അമേരിക്കൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അമേരിക്കൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ബിൽ ഓഫ് റൈറ്റ്സ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്യുന്നത്? തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്യുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരാണ്? എത്ര പേരാണ്? ആൻസർ ഓപ്ഷൻ എ 6 പേരാണ് ചെയ്തത്. 6 പേരാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന പേരിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായിട്ട് സമ്മേളിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ 1947 നവംബർ 17-നാണ്. 1947 നവംബർ 17-ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പാർലമെന്റിന്റെ കോറം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? പാർലമെന്റിന്റെ കോറം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 100-ാം അനുച്ഛേദത്തിലാണ് പാർലമെന്റിന്റെ കോറം വ്യവസ്ഥ ചെയ്യുന്നത്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1948 നിയോഗിച്ച കമ്മിറ്റി ഏത്? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1948 നിയോഗിച്ച കമ്മിറ്റി ആരാണ്? ആൻസർ ഓപ്ഷൻ എ SK ധർ കമ്മിറ്റിയാണ്. SK ധർ കമ്മിറ്റി. ദെൻ പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ആൻസർ ഓപ്ഷൻ എ 39A ആർട്ടിക്കിൾ പ്രകാരമാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ്? മൗലിക അവകാശങ്ങളാണ്. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏത്? പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏത്? ആൻസർ ഓപ്ഷൻ സി സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. സ്റ്റേറ്റ് ലിസ്റ്റ്. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി എന്ന്? ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി എന്ന്? ഓപ്ഷൻ എ 1986 നവംബർ 19-ന്. 1986 നവംബർ 19-ന്. പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ആൻസർ ഓപ്ഷൻ ബി 49-ാം അനുച്ഛേദമാണ്. ഓക്കെ. ഇന്ത്യയിൽ
നിയമദിനം ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത് എന്ന് ആൻസർ ഓപ്ഷൻ എ നവംബർ 26 ഇന്ത്യയിൽ നിയമദിനമായിട്ട് ആചരിക്കുന്നത്. പ്രസിഡന്റിന്റെ വിലക്കധികാരം അഥവാ വീറ്റോ പവർ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? പ്രസിഡന്റിന്റെ വിലക്കധികാരം അഥവാ വീറ്റോ പവർ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് 111. 111 ആർട്ടിക്കിളിലാണ് വീറ്റോ പവറിനെ പറ്റി പറയുന്നത്. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 165 അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്നത്. ഏത് അനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത്? ഏത് അനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി 129 ആർട്ടിക്കിൾ ആണ്. 129 ആർട്ടിക്കിള്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്നാണ്. നെക്സ്റ്റ്, സംസ്ഥാന ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഏതാണ് സംസ്ഥാന ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആയത്? ആൻസർ ഓപ്ഷൻ എ ആണ് 202 202. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി നിലവിൽ വന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി നിലവിൽ വന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് മാൾഡയിലാണ്. മാൾഡ. ആദ്യമായി പാർലമെന്റിൽ ലോക്പാൽ ബിൽ അവതരിപ്പിച്ച വർഷമേത്? ആദ്യമായിട്ട് പാർലമെന്റിൽ ലോക്പാൽ ബിൽ അവതരിപ്പിച്ചത് ആൻസർ ഓപ്ഷൻ എ ആണ് 1968. ഏതു പ്രധാനമന്ത്രിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസാക്കിയത്? ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസാക്കിയത്? ആൻസർ ഓപ്ഷൻ ബി രാജീവ് ഗാന്ധിയുടെ സമയത്താണ്. ഹിന്ദിയുടെ പ്രചരണം ഇന്ത്യൻ യൂണിയന്റെ ഉത്തരവാദിത്തമാക്കുന്ന അനുച്ഛേദം ഏത്? ഹിന്ദിയുടെ പ്രചരണം ഇന്ത്യൻ യൂണിയന്റെ ഉത്തരവാദിത്വമാക്കുന്ന അനുച്ഛേദം ഏത്? ആൻസർ ഓപ്ഷൻ എ 351. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 243 ആണ്. അപ്പൊ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആണ് 243. ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ CAG ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വി നരഹരി റാവു ആണ്. സ്റ്റേറ്റ് എന്ന പദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? സ്റ്റേറ്റ് എന്ന പദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് 12 ആർട്ടിക്കിളിലാണ്. 12 ആർട്ടിക്കിളില്. പൊതു താൽപര്യ ഹർജിയുടെ വിധാതാവ് എന്നറിയപ്പെടുന്ന ന്യായാധിപൻ ആര്? പൊതു താൽപര്യ ഹർജിയുടെ വിധാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി PN ഭഗവതിയാണ്. PN ഭഗവതിയാണ് പൊതു താൽപര്യ ഹർജിയുടെ വിധാതാവ് എന്നറിയപ്പെടുന്നത്. മദ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? മദ്യ നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഓപ്ഷൻ എ 47 ആണ്. 47. മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്? മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി മനുഷ്യാവകാശ കമ്മീഷനാണ്. വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ആൻസർ ഓപ്ഷൻ സി 116 ആണ്. ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി രാഷ്ട്രപതിക്കാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ആദ്യ ഭേദഗതി ചേർത്തത്? ആദ്യമായിട്ട് ഭേദഗതി ചേർത്തത് എത്രാമത്തെ പട്ടികയിലാണ്? ആൻസർ ഓപ്ഷൻ എ 9ാം പട്ടികയിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 50 ക്വസ്റ്റ്യൻസ്. 50 ക്വസ്റ്റ്യൻസിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ടെലഗ്രാം ചാനലിനായും PSC ബേസിക്സ് എന്നാണ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.